ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ മാത്സ് അഥവാ ഗണിതം എന്ന വിഷയത്തിലെ ആഡ് ഓർ സബ്സ്ട്രാക്റ്റ് അഥവാ കുറയ്ക്കണോ കൂട്ടണോ എന്ന പാഠഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നിലുള്ള ക്ലാസ്സുകൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അതിലെ ബാക്കി കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും റെഡിയാണല്ലോ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. പിന്നെ ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. ഇനിയൊരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കും കേട്ടോ. അന്ന് കൂട്ടുകാർക്ക് നിങ്ങളുടെ എക്സാമിന് തീരാനുള്ള സിലബസിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും, പ്ലസ് നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഇടും കേട്ടോ. അപ്പോൾ അത് രണ്ടും മക്കൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. അതോടൊപ്പം നമുക്ക് ഇനി എക്സാമിനായിട്ട് തീർക്കാനുള്ള പോർഷൻസ് ക്ലാസ് എടുക്കുന്നതും മക്കൾ എന്ത് ചെയ്യുക, നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് വാട്ട്സ് ദ ഡിഫറൻസ് എന്നുള്ള ഭാഗമായിരുന്നു അല്ലേ. വാട്ട്സ് ദ ഡിഫറൻസ് എന്ന ഭാഗമായിരുന്നു, അതായത് വ്യത്യാസം എത്ര എന്നുള്ളതായിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കേ. ഇഷ ആൻഡ് സുഷ ആർ പ്ലേയിങ് വിത്ത് ദർ അബാക്കസ്. നമ്മുടെ ഇഷയും സുഷയും എന്ത് ചെയ്യാണ്, അവരുടെ അബാക്കസ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ മക്കൾ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മക്കൾ ശ്രദ്ധിച്ചിരിക്കണേ, കാര്യം നമുക്ക് എക്സാമിന് ചിലപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അവിടെ ഒരാൾ പറയുന്നുണ്ട് എന്താണ്, വാട്ട് നമ്പർ ഡിഡ് യു മേക്ക് സുഷ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. എന്താണ് മക്കളെ, സുഷേ നീ ഉണ്ടാക്കിയ സംഖ്യ എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് അവിടെ അബാക്കസിലെ സംഖ്യ എഴുതാനായിട്ട് നമുക്ക് അവിടെ ഒരു കോളം തന്നിട്ടുണ്ട്. ആദ്യത്തേതിൽ നമ്മുടെ ഇഷയുടേതും രണ്ടാമത്തേതിൽ നമ്മുടെ സുഷയുടേതുമാണ് എഴുതേണ്ടത്. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യം അത് ചെയ്യാം അല്ലേ. നോക്കിക്കേ, അപ്പോൾ ആദ്യമുള്ളതാണ് ഇഷ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇഷ, ഇതാണ് നമ്മുടെ സുഷ കേട്ടോ, ഇതാണ് നമ്മുടെ സുഷ. രണ്ടാമത്തെ ആളാണ് നമ്മുടെ സുഷ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കുക, ആദ്യം ഇഷയുടെ അബാക്കസിലെ സംഖ്യ നോക്കാം അല്ലേ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം മക്കളെ, 1സിൻ്റെയും 10സിൻ്റെയും 100സിൻ്റെയും പ്ലേസിലുള്ള ബീഡ്സ് എത്രയുണ്ട് എന്നല്ലേ, അതായത് മുത്തുകൾ എത്രയുണ്ട് എന്ന് നോക്കും. ഇതാണ് 1സിൻ്റെ പ്ലേസ്, ഇത് 10s, ഇത് 100s അല്ലേ. അതായത് ഇത് 1, ഇത് 10, ഇത് 100 അല്ലേ. അപ്പോൾ 1ൻ്റെ സ്ഥാനത്തെ മുത്തുകളുടെ എണ്ണവും 10ൻ്റെ സ്ഥാനത്തെ മുത്തുകൾ എത്രയാണെന്നുള്ളതും 100ൻ്റെ സ്ഥാനത്തെ മുത്തുകൾ എത്രയാണെന്നുള്ളതും നമ്മൾ ആദ്യം നോക്കണം അല്ലേ. ഓക്കെ മക്കളെ, റെഡി ആണല്ലോ. അപ്പം നമുക്ക് ആദ്യം എന്ത് നോക്കാം, 100സിൻ്റെ പ്ലേസിൽ, അതായത് 100ൻ്റെ സ്ഥാനത്തുള്ള മുത്തുകൾ എത്രയാണെന്ന് നോക്കാം. എല്ലാ മക്കളും കൗണ്ട് ചെയ്യണേ. നോക്കിക്കേ മക്കളെ, 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 100ൻ്റെ പ്ലേസിൽ എന്ത് എഴുതി, 6 എന്ന് എഴുതി. ഓക്കെ, ദെൻ 10ൻ്റെ പ്ലേസിൽ എത്ര ഉണ്ട് നോക്കിക്കേ മക്കളെ, 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. 8 മുത്തുകളാണുള്ളത്. അപ്പം നമ്മൾ 10ൻ്റെ സ്ഥാനത്ത് 8 എന്ന് എഴുതി. ഇനി 1ൻ്റെ സ്ഥാനം അല്ലേ, 1സിൻ്റെ പ്ലേസേ ഉള്ളൂ, അവിടെ എത്ര ഉണ്ട് നോക്കിക്കേ മക്കളെ, 1, 2, 3, 4, 5 അല്ലേ, 5. അപ്പം നമുക്ക് എത്ര കിട്ടിയ മക്കളെ, അബാക്കസിലെ സംഖ്യ 685 എന്ന് കിട്ടിയില്ലേ, 685 എന്ന് കിട്ടി. ഇനി നമുക്ക് നേരെ സുഷേൻ്റെയിലേക്ക് പോവാം അല്ലേ. നോക്കിക്കേ മക്കളെ, അവരുടെ അബാക്കസിൽ 100ൻ്റെ സ്ഥാനത്ത് എത്ര മുത്തുകളുണ്ട്, എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്ത മക്കളെ, എത്ര മുത്തുകളുണ്ട്, 1, 2, 3, 4, 5, 6 അല്ലേ. അവിടെ എത്ര ഉണ്ട്, 6 ഉണ്ട്. ഇനി 10ൻ്റെ സ്ഥാനത്തോ 1, 2, 3, 3 എണ്ണമാണുള്ളത്. ദെൻ 1ൻ്റെ സ്ഥാനത്തോ 1, 2, 3, 4, 5, 6, 7 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ മക്കളെ, എത്രയാണ് കിട്ടിയത്, 637 അല്ലേ, 637 കിട്ടി, 637 കിട്ടി. അപ്പം നമ്മുടെ ഇഷയുടേത് 685, 685 കിട്ടി. സുഷയുടേത് 637 അല്ലേ, 637 എന്ന് കിട്ടി. ഇനി നമുക്കുള്ള ചോദ്യം ഇതാണ്, ആരാണ് വലിയ സംഖ്യ ഉണ്ടാക്കിയത്, ആരാണ് മക്കളെ, 685 ആണോ 637 ആണോ വലിയ സംഖ്യ. വലിയ സംഖ്യ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യും മക്കളെ, നമുക്ക് 1 ഡിജിറ്റ് ഒരൊക്കെ സംഖ്യയൊക്കെയാണ് തന്നതെന്ന് വെച്ചാൽ നമുക്ക് വലിയ സംഖ്യ ഏതാണ് ചെറിയ സംഖ്യ ഏതാണെന്ന് പറയാൻ പ്രയാസമല്ല. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇത്തരത്തിൽ 3 അക്ക സംഖ്യകൾ തരുന്ന സമയത്ത് മക്കൾ അതിൽ വലിയ സംഖ്യ ഏതാണ് എന്ന് ചോദിക്കുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എന്താണ്, 100ൻ്റെ സ്ഥാനത്ത്, അതായത് 100സിൻ്റെ പ്ലേസിൽ വലിയ നമ്പർ വരുന്നത് ഏതാണോ അതായിരിക്കും വലിയ സംഖ്യ. ഇപ്പം നോക്കിക്കുക മക്കളെ, ടീച്ചർ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. 352ഉം 435ഉം എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ലാർജസ്റ്റ് നമ്പർ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, 100ൻ്റെ പ്ലേസിൽ, അതായത് 100ൻ്റെ സ്ഥാനത്ത് വലിയ സംഖ്യ ആരോ അതാണ് വലിയ സംഖ്യ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഇതാണ് 100ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ അല്ലേ.
352 100ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? 3 435 435 എന്നുള്ള നമ്പറിൽ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലുള്ള നമ്പർ ഏതാണ്? 4 ആണ് അല്ലേ? അപ്പോൾ 3 ആണോ 4 ആണോ മക്കളെ ലാർജസ്റ്റ് നമ്പർ? നമുക്കറിയാം 4 ആണ്. അതുകൊണ്ട് തന്നെ തന്നിട്ടുള്ള രണ്ട് സംഖ്യയിൽ വലിയ നമ്പർ ഏതാണ്? 435 മനസ്സിലായിട്ടുണ്ടോ? അപ്പം ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വലിയ സംഖ്യ കണ്ടെത്താം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? പക്ഷേ ഇവിടെ നോക്കിക്കേ, നമുക്ക് തന്നിട്ടുള്ള രണ്ട് സംഖ്യകൾ നോക്കിക്കേ. ഒന്ന് 685 ഒന്ന് 637. അപ്പം മിസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ് നമ്മൾ ലാർജസ്റ്റ് നമ്പറിനെ കാണുക? 100ൻ്റെ പ്ലേസിലുള്ള അഥവാ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലുള്ള നമ്പറിൽ വലുത് ഏതാണോ അതായിരിക്കും വലിയ സംഖ്യ. പക്ഷേ ഇവിടെ ഒന്ന് നോക്കിക്കേ മക്കളെ, ഇവിടെ ആദ്യത്തെ സംഖ്യയിൽ 100ൻ്റെ സ്ഥാനത്ത് സംഖ്യ ഏതാണ്? 6 ആണ്. രണ്ടാമത്തെ നമ്പറിൽ തന്നിട്ടുള്ളതിൽ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലുള്ള നമ്പർ ഏതാണ്? അതും 6 ആണ്. പക്ഷേ 6ഉം 6ഉം ആണ് രണ്ടിലും വന്നിട്ടുള്ളതിൽ. അപ്പോൾ ഏതാണെന്ന് വലുതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? തൊട്ടടുത്ത പ്ലേസിലേക്ക് പോവുക. അതായത് അവിടെ ഏതാണുള്ളത്? ടെൻസിൻ്റെ പ്ലേസ് ഉണ്ട് അല്ലേ? 10ൻ്റെ സ്ഥാനമുണ്ട്. 10ൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കുക. ഒന്നിൽ 8ഉമാണ്, ഒന്നിൽ 3ഉമാണ് ഉള്ളത് അല്ലേ? ഒന്നിൽ ഏതാണുള്ളത്? 8 ആണുള്ളത്, ഒന്നിൽ 3 ആണുള്ളത്. അപ്പം മിസ് ചോദിക്കട്ടെ, 8 ആണോ 3 ആണോ ലാർജസ്റ്റ് നമ്പർ? 8 ആണോ 3 ആണോ വലിയ സംഖ്യ? നമുക്കറിയാം 8 ആണ്. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ളതിൽ വലിയ സംഖ്യ ഏതാണ് മക്കളെ? 685. 685 ആയിരിക്കും വലിയ സംഖ്യ. മനസ്സിലായോ? ആദ്യം 100ൻ്റെ സ്ഥാനം നോക്കുക. 100ൻ്റെ സ്ഥാനം നോക്കി നമുക്ക് കണ്ടുപിടിക്കാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? 10ൻ്റെ സ്ഥാനം നോക്കുക. അതിൽ വലിയ നമ്പർ ഏതാണോ അതായിരിക്കും. ഇനി 10ൻ്റെ സ്ഥാനവും എന്താണ്? സെയിം ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്ഥാനത്തോട്ട് പോകണം, 1ൻ്റെ സ്ഥാനത്തോട്ട് പോകണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അത് നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ആരാണ് വലിയ സംഖ്യ ഉണ്ടാക്കിയത്? ആരാണ് മക്കളെ? യെസ്, ഇഷയാണ് വലിയ സംഖ്യ ഉണ്ടാക്കിയത് അല്ലേ? ഇഷ എന്ന് മക്കൾ അവിടെ എഴുതണം കേട്ടോ. ഇഷയാണ് വലിയ സംഖ്യ ഉണ്ടാക്കിയത്. ദെൻ സംഖ്യകളുടെ വ്യത്യാസം എത്ര? ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻസ് കാണാനായിട്ട് എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യണം? വലിയ നമ്പറിൽ നിന്ന്, അതായത് 685 685 നിന്ന് 637 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ മക്കളെ, എങ്ങനെയാണ് നമ്മൾ മൈനസ് ചെയ്യുക? ആദ്യം വൺസിൻ്റെ പ്ലേസ് ചെയ്യണ്ടേ? ഒന്നുകളുടെ സ്ഥാനം ചെയ്യണം അല്ലേ? ഒന്നുകളുടെ സ്ഥാനം ചെയ്യണം. അപ്പോൾ നോക്കിക്കേ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് നമ്മൾ 1ൻ്റെ സ്ഥാനത്ത് മൈനസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു 10 ഇങ്ങോട്ട് മേടിക്കൂ അല്ലേ? ഓക്കെ, അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് വരെ മൈനസ് ചെയ്തൂടെ? 5ൽ നിന്ന് 7 മൈനസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. 5ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൊട്ടടുത്ത നമ്പറായിട്ടുള്ള 8ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു 1ന് അടുത്ത ഡിജിറ്റിലേക്ക് ഇട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ ഇവിടെ 8 മാറിയിട്ട് ഇവിടെ 7 ആവും. ഇവിടെ 5 മാറിയിട്ട് അവിടെ എന്താവും? 15 ആവും അല്ലേ? 5 മാറിയിട്ട് അവിടെ 15 ആവും. ഇനി 15ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ എത്രയാണ് മക്കളെ? എത്രയാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞ് എത്രയാണ്? 8 ആണ് വരിക അല്ലേ? എത്രയാണ്? 8 ആണ് വരിക. ഓക്കെ മക്കളെ, ഇനി അടുത്തത് നോക്കിക്കേ. 7 അല്ലേ അടുത്ത പ്ലേസിലുള്ളത്? 7 മൈനസ് 3 എത്രയാണ് മക്കളെ? 7ൽ നിന്ന് 3 പോയാൽ 4 ആണ്. ദെൻ 6 മൈനസ് 6 എത്രയാണ് മക്കളെ? 0 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? വ്യത്യാസം എത്ര കിട്ടി? 48 48 എന്ന് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടാവും മക്കളെ? ഇനി അത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഈ 637നെ 48 ആഡ് ചെയ്ത് നോക്കിയാൽ മതി. നോക്കിക്കേ മക്കളെ, 8 + 7 എത്രയാണ്? 15 ആണ്. ബാലൻസ് 1 ഇവിടെ എഴുതി. 3 + 1 4 ആണ്. 4 + 4 എത്രയാണ്? 8 ആണ്. ദെൻ 6 നമ്മൾ താഴേക്ക് എഴുതി. മനസ്സിലായിട്ടുണ്ടാവും മക്കളെ? അപ്പം അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഡിഫറൻസ് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? ഡിഫറൻസ് 48 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? 48 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം അല്ലേ? എല്ലാവരും നോക്കിക്കേ. എൻ്റെ സംഖ്യ 948 എന്ന് ഇഷയും ഞാനത് 849 എന്ന് മാറ്റിയെന്ന് അവിടെ സുഷയും പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നോക്കിക്കേ മക്കളെ, അത് മാറ്റാനായിട്ട് അവരെന്താണ് ചെയ്തത്? നോക്കൂ. ഇവിടെ മക്കളെ നോക്കിക്കേ, എങ്ങനെയാണ് 948 948 എന്നുള്ള നമ്പറിനെ 849 ആക്കി മാറ്റിയത്? 849 ആക്കി മാറ്റിയത് എങ്ങനെയാണ് മക്കളെ? ഇവിടെ നോക്കിക്കേ, നമുക്ക് ആദ്യത്തെ അബാക്കസ് നോക്കല്. ഈ അബാക്കസിലാണ് 948 ഉള്ളത് കേട്ടോ. അവിടെ 100ൻ്റെ പ്ലേസിൽ എത്ര മുത്തുകളുണ്ട്? 1 2 3 4 5 6 7 8 9 മുത്തുകളുണ്ട് അല്ലേ? ആ 9 മുത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു മുത്തെടുത്തിട്ട് എവിടേക്ക് മാറ്റി മക്കളെ?
ഒന്നിൻ്റെ സ്ഥാനത്തോട്ട് മാറ്റി. മനസ്സിലായോ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒന്നിൻ്റെ സ്ഥാനത്ത് 1, 2, 3, 4, 5, 6, 7, 8 മുത്തുകളല്ലേ ഉള്ളത്. ഇവിടെ 10ൻ്റെ സ്ഥാനത്ത് 4 മുത്തുകളും ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് 9 മുത്തുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ 849 എന്ന സംഖ്യയാക്കി മാറ്റിയ സമയത്ത് 100ൻ്റെ പ്ലേസിൽ അപ്പോൾ എത്ര മുത്തുകളുണ്ട്? 8 മുത്തുകൾ. 10ൻ്റെ പ്ലേസിൽ 4 മുത്തുകളും 1ൻ്റെ പ്ലേസിൽ 9 മുത്തുകളാണുള്ളത്. അപ്പോൾ എന്ത് മാറ്റാണ് മക്കൾ ഇവിടെ വന്നിട്ടുള്ളത്? ഇവിടെ 948 എന്നുള്ള അബാക്കസിലെ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്തിട്ട് എന്ത് ചെയ്തു മക്കളെ? എന്ത് ചെയ്തു? 1ൻ്റെ സ്ഥാനത്തോട്ട് മാറ്റി. അതല്ലേ ചെയ്തത്? ഇവിടെ നോക്കിക്കോ, 9 മുത്തുള്ളതിൽ നിന്ന് എന്ത് ചെയ്തു? ഇപ്പം 8 മുത്തേ ഉള്ളൂ. ഒരു മുത്ത് എവിടെ പോയി മക്കളെ? ഇവിടെ ആദ്യം 8 മുത്തല്ലായിരുന്നു ഉണ്ടായിരുന്നത് 1ൻ്റെ സ്ഥാനത്ത്. ഇപ്പം ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് നോക്കിക്കേ എത്ര മുത്തുകളുണ്ട്? 9 മുത്തുകളുണ്ട്. അപ്പം 100ൻ്റെ സ്ഥാനത്തിൽ നിന്ന് ഒരു മുത്തിന് എന്ത് ചെയ്തു? 1ൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി. അപ്പം 100ൻ്റെ സ്ഥാനത്ത് എത്ര മുത്തേ ഇപ്പോൾ ഉള്ളൂ? 8 മുത്തേ ഉള്ളൂ അല്ലേ? 1ൻ്റെ സ്ഥാനത്ത് എത്ര മുത്തുകളുണ്ട്? ഇപ്പം 9 മുത്തുകളുണ്ട് അല്ലേ? ഇവിടെ 8, ഇവിടെ 4, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 4, ഇവിടെ 8. ഇങ്ങനെയല്ലായിരുന്നു ഉണ്ടായിരുന്നത് മക്കളെ. അപ്പോൾ എന്ത് ചെയ്തു? 100ൻ്റെ സ്ഥാനത്തെ ഒരു മുത്തിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? 1ൻ്റെ സ്ഥാനത്തേക്ക് മാറ്റിയപ്പോഴാണ് 948 എന്നുള്ള നമ്പർ 849 മാറിയത്. ക്ലിയർ ആണല്ലോ മക്കളെ? നോക്കിക്കേ, അബാക്കസ് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നമുക്ക് അത് ഇംഗ്ലീഷ് മീഡിയംകാരത് നോക്കാം കേട്ടോ. നോക്കിക്കേ എന്താ പറയുന്നത്? ലുക്ക് അറ്റ് ദി അബാക്കസ്. വാട്ട് ആർ ദി ചേഞ്ചസ് ഇൻ ദി നമ്പർ ഓഫ് ബീഡ്സ്? അല്ലേ, എന്ത് ചേഞ്ചസ് ആണ് അവിടെ മുത്തുകളിൽ വന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചത് കേട്ടോ. മുത്തിലെ എണ്ണത്തിന് എന്താണ് മാറ്റം വന്നത്? എന്തായിരുന്നു മക്കളെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നത്? 100ൻ്റെ സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്തു? 1 കുറഞ്ഞു അല്ലേ? 10ൻ്റെ സ്ഥാനത്ത് എന്താണ്? അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 1ൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? ഒരു മുത്ത് കൂടി. അങ്ങനെയല്ലേ സംഭവിച്ചത് മക്കളെ? നോക്കിക്കേ, 100ൻ്റെ പ്ലേസിൽ 1 ലെസ്, 10ൻ്റെ പ്ലേസിൽ നോ ചേഞ്ച്, 1ൻ്റെ പ്ലേസിൽ 1 മോർ. നോക്കിയേ, ദെൻ നമ്മളോട് ചോദിച്ചത് എന്താണ്? വാട്ട്സ് ദി ഡിഫറൻസ് വെൻ 948 ചേഞ്ച്ഡ് ടു 849 എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് 948 എന്ന സംഖ്യ 849 ആയപ്പോഴുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം എത്രയാണ് അവിടെ ഡിഫറൻസ് വന്നിട്ടുള്ളത്? ഡിഫറൻസ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും തമ്മിൽ മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ 948 948 മൈനസ് 849 നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് 8 - 9 പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? മൈനസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത ഡിജിറ്റിൽ നിന്ന് ഒന്നിനെ ഇവിടേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ 18 ആയി. ഇവിടെ 4 ഉള്ളത് 3 ആയിട്ട് മാറി. 18 - 9 എത്രയാണ് മക്കളെ? 18ൽ നിന്ന് 9 പോവുകയാണെങ്കിൽ 9. ഇനി 3 - 4 പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത നമ്പറിൽ നിന്ന് എന്ത് ചെയ്തു? ഒരൊന്നിന്ന് ഇവിടേക്ക് മാറ്റി. 13 ആയി. 13ൽ നിന്ന് 4 പോയാൽ എത്രയാണ് മക്കളെ? 9 ആയിട്ട് മാറില്ല. അപ്പം നമുക്ക് എത്രയാണ് വ്യത്യാസം കിട്ടിയിട്ടുള്ളത്? 99 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് 100 ലെസ് ആൻഡ് 1 മോർ ടുഗദർ മീൻസ് 99 ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് 100 കുറയ്ക്കുകയും 1 കൂടുകയും ചെയ്താൽ ആകെ കുറവ് 99 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലേ മക്കളെ സംഭവിച്ചത്? 948 നമ്മൾ ഒരു 100ൻ്റെ മുത്ത് മാറ്റുക. ഒരു 100ൻ്റെ മുത്ത് നമ്മൾ മാറ്റുകയാണെങ്കിൽ എത്രയായി? 948 എന്നുള്ളത് 848 ആവില്ലേ മക്കളെ? 948ൽ നിന്ന് 100 പോവുകയാണെങ്കിൽ 848 ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ മുത്തിനെ 1ലേക്കാണ് ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 1 അതിലേക്ക് കൂട്ടുകയാണെങ്കിൽ 848 എന്നുള്ളത് 849. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, നമുക്ക് താഴെ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. അവ തമ്മിലുള്ള ഡിഫറൻസ് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താണ്? ക്യാൻ യു കാൽക്കുലേറ്റ് ദി ഡിഫറൻസസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് എന്നത്? 635, 536 അവരുടെ ഡിഫറൻസ് കാണണം. പിന്നെ 423, 324 ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാണണം. പിന്നെ 746 അതുപോലെ തന്നെ 647 ഇവ തമ്മിലുള്ള ഡിഫറൻസും എന്ത് ചെയ്യണം? കാണണം. അത് മക്കൾക്ക് വർക്കാണ് കേട്ടോ, ഹോം വർക്കാണ്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അത് 3 ഒന്ന് ചെയ്തിട്ട് മക്കൾ ഗ്രൂപ്പിലേക്ക് ഫോട്ടോ അയക്കുക കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് കാണാനായിട്ട് ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക. അപ്പം മിസ് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി തരാം. മക്കൾ എന്ത് ചെയ്യുക? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിലോട്ടോ അല്ലെങ്കിൽ മിസ്സിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. 635 മൈനസ് 536 ചെയ്യണം. ദെൻ 423 മൈനസ് 324 ചെയ്യണം. പിന്നെ 746 കുറയ്ക്കണം. 647. 746 മൈനസ് 647 ഇതൊന്ന് ചെയ്തേ മക്കളെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പിലോട്ട് ഫോട്ടോ അയക്കണേ.
അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ ചോദിച്ചിട്ടുണ്ട്, സംഖ്യകൾ ഇങ്ങനെയായാലോ വ്യത്യാസം എത്രയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ രണ്ടെണ്ണം കൂടി എന്ത് ചെയ്യുക മക്കൾ അതിനോടൊപ്പം. അപ്പോൾ മൊത്തം ടോട്ടൽ 5 കണക്കുകളായി ചെയ്യാനായിട്ട് കേട്ടോ. 5 മൈനസ് ചെയ്യാനാണ്, അവിടെ ഡിഫറൻസ് കാണാനാണ്. അപ്പോൾ അത് 5 മക്കൾ എന്ത് ചെയ്യുക ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ. മക്കൾ ഷെയർ ചെയ്തതിന് ശേഷം ടീച്ചർ എന്ത് ചെയ്യാം അതിന് ആൻസർ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും കണ്ടെത്തുമല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം അല്ലേ. ഇനി അടുത്ത ഭാഗം എടുത്ത് എല്ലാവരും ബിഗ് നമ്പേഴ്സ് ആൻഡ് സ്മോൾ നമ്പേഴ്സ് എന്നുള്ളതാണ്. നോക്കിക്കുക മക്കളെ, റൈറ്റ് 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ് യൂസിങ് ഓൾ 3 റൈറ്റ് ദി ലാർജസ്റ്റ് ആൻഡ് ദി സ്മോളസ്റ്റ് നമ്പേഴ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, എന്താണ് ക്വസ്റ്റ്യൻ? തുടർച്ചയായ 3 അക്കങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവ എല്ലാം ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താണ് അവരുടെ വ്യത്യാസവും കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അക്കങ്ങൾ ഏതാണ് എഴുതിയിട്ടുള്ളത്? 1 2 3 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ സംഖ്യ ഏതാണ്? 321 അല്ലേ, 321. ചെറിയ സംഖ്യ എത്രയാണ്? 123 അത് തമ്മിലുള്ള ഡിഫറൻസ് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 321 മൈനസ് 123 ചെയ്യണം. നോക്കിക്കേ മക്കളെ, അത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ 1 - 3 എന്ന് ചെയ്യണം. പോസിബിൾ ആണോ? അല്ല. അപ്പോൾ തൊട്ടടുത്ത ഡിജിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 അവിടേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുന്ന സമയത്ത് അവിടെ 1 മാറിയിട്ട് അവിടെ എന്തായിട്ട് മാറി? 11 ആയിട്ട് മാറില്ല. അപ്പോൾ 11 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 8 ആണ് കിട്ടുന്നത് അല്ലേ. 8 കിട്ടും. ദെൻ നമുക്കിവിടെ 1 ആണ് ബാലൻസ് ഉള്ളത്. 1 - 2 പറ്റില്ല. അപ്പോൾ നമ്മൾ 3യിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു 1 അവിടേക്ക് കൊടുത്തു. ഇവിടെ ബാലൻസ് 2 ഉണ്ടായിരിക്കും. അപ്പോൾ 11 - 2 ആണ് അല്ലേ. അപ്പോൾ എത്ര നമുക്ക് കിട്ടും? 9 എന്ന് കിട്ടും. ദെൻ 2 - 1 എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ് മക്കളെ അവിടെ ഡിഫറൻസ് വരുന്നത്? 198 എന്ന് ഡിഫറൻസ് വരും അല്ലേ. 198 എന്ന് നമുക്ക് ഡിഫറൻസ് കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം അല്ലേ. അടുത്ത തുടർച്ചയായിട്ടുള്ള 3 നമ്പേഴ്സാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? 2 3 4. അതിലെ വലിയ സംഖ്യ ഏതാണ്? 4 3 2 അല്ലേ. അത് ഉപയോഗിച്ചുണ്ടാക്കാനായിട്ട് പറ്റുന്ന ചെറിയ നമ്പർ ഏതാണ്? 234 ആണല്ലേ, 234. അത് നമ്മളെ ഡിഫറൻസ് എത്രയാണ് മക്കളെ? മക്കൾ മൈനസ് ചെയ്ത് നോക്കിക്കേ, നമുക്ക് 198 തന്നെയാണ് കിട്ടുക. അടുത്ത നമുക്ക് ഏതൊക്കെ എഴുതാം? 3 4 5. ഈ സംഖ്യകൾ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന വലിയ സംഖ്യ ഏതാണ് മക്കളെ? അത് വലിയ സംഖ്യ എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം? കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ സംഖ്യേനെ ആദ്യം എഴുതുക കേട്ടോ. പിന്നെ എന്ത് ചെയ്യുക? അതിന് വലിയ പിന്നെ അതിനേക്കാൾ ഒന്നുകൂടി ചെറിയ സംഖ്യ എഴുതുക. പിന്നെ അതിനേക്കാൾ ചെറിയ സംഖ്യ എഴുതുക. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് വലിയ സംഖ്യ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ 543 543 എന്ന് കിട്ടും. ഇനി ചെറിയ സംഖ്യ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യണം? 345 ആണല്ലേ, 345 ആണ്. അപ്പോൾ അത് നമ്മളുടെ ഡിഫറൻസ് മക്കൾ നോക്കിക്കേ, 198 എന്ന് കിട്ടും. അടുത്തത് വരുന്നത് 4 5 6 ആണ് കേട്ടോ. 4 5 6 ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ സംഖ്യ 654 ചെറിയ സംഖ്യ 456 ആണ്. അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 198 ആണ്. ദെൻ നമുക്ക് 5 6 7 എന്ന് എഴുതാം അല്ലേ. അത് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റിയ വലിയ സംഖ്യ 765, ചെറിയ സംഖ്യ 567. ഡിഫറൻസ് എന്ന് പറയുന്നത് 198. ദെൻ 6 7 8 ഇത് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന വലിയ സംഖ്യ 876, ചെറിയ സംഖ്യ 678 ആണ്. ഡിഫറൻസ് 198 ആണ്. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ് അവിടെ കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുന്നത്. എന്താണ് മക്കളെ? നമുക്ക് അവിടെയുള്ള വ്യത്യാസം എപ്പോഴും എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 198 ആണ് അല്ലേ. 193 ആണ് കിട്ടിയിട്ടുള്ള വ്യത്യാസം. അതിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം മക്കളെ? ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള 3 അക്കങ്ങൾ, ഇനി തുടർച്ചയായിട്ടുള്ള 3 അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് അഥവാ വ്യത്യാസം എപ്പോഴും എത്രയായിരിക്കും മക്കളെ? 198 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ എല്ലാവർക്കും? അപ്പം അത്തരത്തിലാണ് ആ ഒരു ചോദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ചേഞ്ചിങ് പൊസിഷൻ എന്ന് പറഞ്ഞ ടീച്ചർ നേരത്തെ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചേഞ്ചിങ് പൊസിഷൻ എന്ന് പറയും. നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ഒരു അബാക്കസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വാട്ട്സ് നമ്പർ ഓൺ ദി അബാക്കസ്. അബാക്കസിൽ നമ്പർ എത്രയാണ് എന്നുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 3 മുത്തുകളുണ്ട്. 10ൻ്റെ പ്ലേസിൽ 10ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകളുണ്ട്. 1ൻ്റെ സ്ഥാനത്തോ 1 2 3 4 5 അല്ലേ. അപ്പോൾ എത്രയാണ് സംഖ്യ?
325 എന്ന് കിട്ടൂല. 325 ആണ് അബാക്കസിലെ സംഖ്യ. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്? ടേക്ക് 1 ബീഡ് ഫ്രം ദി ഹൺഡ്രഡ്സ് പ്ലേസ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദി ടെൻസ് പ്ലേസ് എന്നാണ് പറഞ്ഞത്. അതായത് ഈ അബാക്കസിൽ 100ന്റെ സ്ഥാനത്തെ ഒരു മുത്ത് എടുത്തിട്ട് 10ന്റെ സ്ഥാനത്ത് ഇടാനാണ് പറഞ്ഞത്. അപ്പോൾ 100ന്റെ സ്ഥാനത്ത് ഈ മുത്ത് നമ്മൾ ഒഴിവാക്കാണ്. അതെന്ത് ചെയ്തു? ഇവിടെ 10ന്റെ സ്ഥാനത്ത് ഇട്ടു. അതല്ലേ മക്കളെ നമ്മുടെ അടുത്ത് പറഞ്ഞത്? 100ന്റെ സ്ഥാനത്ത് ഒരു മുത്ത് എടുത്തിട്ട് 10ന്റെ സ്ഥാനത്ത് ഇട്ടാൽ കിട്ടുന്ന സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 100ന്റെ സ്ഥാനത്ത് 2 മുത്തുകളാണ്, 10ന്റെ സ്ഥാനത്ത് 3 മുത്തുകളാണ്, 1ന്റെ സ്ഥാനത്ത് 5 മുത്തുകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ ഏതാണ്? 235 ആണ് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നോക്കിക്കേ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താണെന്ന് നോക്കിക്കുക മക്കളെ. നമ്മുടെ അടുത്ത് വാട്ട്സ് ദി ഡിഫറൻസ് ഓഫ് ദി 2 നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട്സ് ദി ഡിഫറൻസ് ഓഫ് ദി 2 നമ്പേഴ്സ് എന്നാണ് ചോദിച്ചത്. റൈറ്റ് ഹൗ യു കാൽക്കുലേറ്റഡ് എന്നും നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 2 സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യാം? നമ്മൾ ഇതുവരെ നോക്കിയ പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് മൈനസ് ചെയ്ത് നോക്കാം അല്ലേ. ഒരു രീതിക്ക് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം അബാക്കസിൽ കിട്ടിയിട്ടുള്ള നമ്പർ ഏതായിരുന്നു മക്കളെ? ഏതാണ്? 325 325 മൈനസ് 235 അല്ലേ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി മക്കളെ? മൈനസ് ചെയ്താൽ മതി അല്ലേ. പക്ഷെ നമുക്ക് അവിടെ മറ്റൊരു കാര്യം പറയുന്നത് നോക്കിക്കേ. 100 ലെസ് ആൻഡ് 110 മോർ എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് എന്ത് ചെയ്തു? ഒരു 100 കുറഞ്ഞു, പിന്നെ എന്ത് ചെയ്തു? ഒരു 100 കൂടി. അതല്ലേ മക്കളെ ശരിക്കും സംഭവിച്ചത്? നമുക്ക് ആദ്യം അബാക്കസിൽ കിട്ടിയിട്ടുള്ള നമ്പർ ഏതായിരുന്നു? എന്തായിരുന്നു മക്കളെ കിട്ടിയിട്ടുള്ളത്? നമുക്ക് അവിടെ 100ന്റെ സ്ഥാനത്ത് 3 മുത്തുകളും 10ന്റെ സ്ഥാനത്ത് 2 മുത്തുകളും 1ന്റെ സ്ഥാനത്ത് 5 മുത്തുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ ചെയ്തത്? 100ന്റെ സ്ഥാനത്ത് ഒരു മുത്തെടുത്തു. അതായത് ഇപ്പോൾ അബാക്കസിലുള്ള സംഖ്യ ഏതാണ് മക്കളെ? 325 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് 100ന്റെ സ്ഥാനത്ത് ഒരു മുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്തായി? 100 മൈനസ് ആവുക. 325ൽ നിന്ന് 100 മൈനസ് ആയാൽ എത്രയാണ് മക്കളെ? എത്രയാണ്? നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനക്കണക്കായിട്ട് പറയാനായിട്ട് പറ്റും. എങ്കിലും മിസ് ഒന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. എത്രയാണ് മക്കളെ? 225 ആണ്. 225 അല്ലേ. 325ൽ നിന്ന് 100 പോവുകയാണെങ്കിൽ 225 ആണ്. അത് മക്കൾക്ക് ഓക്കെ ആണല്ലോ. നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താണ് പറയുന്നത്? അബാക്കസിലെ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ നിന്ന് ഒരു മുത്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? 10ന്റെ സ്ഥാനത്ത് ഇട്ടു. അപ്പോൾ മുത്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ എത്രയാണ്? 225 ആണ്. ഇനി 10 പിന്നീട് അതിലേക്ക് ഇടുന്ന സമയത്ത് എന്താണ് മക്കളെ അവിടെ മാറ്റം സംഭവിക്കുക? 225ലേക്ക് പ്ലസ് എന്താവും? 10 വരും. അതിലേക്ക് എന്ത് ചെയ്യും? 10 കൂടി 225ലേക്ക് 10 കൂടി ആഡ് ചെയ്താൽ എത്രയാണ് മക്കളെ? എത്രയാണ്? 235 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എത്രയാണ് മക്കളെ വ്യത്യാസം വരുന്നത്? ഒന്ന് ഇനി മൈനസ് ചെയ്ത് നോക്കിക്കേ. 5 മൈനസ് 5 എന്ന് പറയുന്നത് 0 ആണ്. 2 മൈനസ് 3 നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ നമ്മൾ 1 അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ 12 ആയിട്ട് മാറും അല്ലേ. 12 മൈനസ് 3 എത്രയാണ് മക്കളെ വരിക? 12 മൈനസ് 3 9 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എത്രയുണ്ടായിരിക്കും മക്കളെ? ഇവിടെ 2 ആണുള്ളത് അല്ലേ. 2 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് വരിക. ഓക്കെ, അപ്പം നോക്കിക്കേ അവിടെ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? നമുക്ക് ഡിഫറൻസ് അപ്പോൾ എത്ര കിട്ടി മക്കളെ? 90 എന്ന് കിട്ടിയില്ലേ. 90 എന്ന് കിട്ടി. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഡിഫറൻസ് എത്രയാണ്? 90 എന്ന് കിട്ടിയില്ലേ. ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ മക്കൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അതായത് ഇങ്ങനെ അബാക്കസ് ഒന്ന് തന്നിട്ട് അതിൽ 100ന്റെ സ്ഥാനത്ത് ഇത്ര മുത്തെടുത്തു, ഇന്ന സ്ഥാനത്തേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ ആദ്യമുള്ള സംഖ്യയിൽ നിന്ന് ഇപ്പോഴുള്ള സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, വ്യത്യാസം എത്ര എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. നമുക്ക് എ ട്രിപ്പ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. നോക്കിക്കുക മക്കളെ. ഇഷാസ് ഫാമിലി ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ എ ട്രിപ്പ്. ദേ വെന്റ് ടു എ ഷോപ്പ് ടു ബൈ ബാഗ്സ് അല്ലേ. നമ്മുടെ ഇഷയുടെ ഫാമിലി എന്ത് ചെയ്യാണ്? ഒരു ട്രിപ്പ് പോകാൻ അല്ലേ, ഒരു യാത്ര പോകാനായിട്ട് റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ദേ വെന്റ് ടു എ ഷോപ്പ് ടു ബൈ ബാഗ് അല്ലേ. അവരെന്ത് ചെയ്തു? ഒരു ഷോപ്പിലോട്ട് പോയി. എന്തിനാണ് മക്കളെ? ബാഗ് മേടിക്കാനായിട്ട് പോയതാണ് അല്ലേ. പ്രൈസ് ഓഫ് ബ്ലൂ ബാഗ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ബ്ലൂ ബാഗിൻ്റെ പ്രൈസ് എത്രയാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൈസ് ഓഫ് റെഡ് ബാഗ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതായത് റെഡ് ബാഗിൻ്റെ പൈസ നമുക്കവിടെ കാണാൻ പറ്റും. ഇതാണ് റെഡ് ബാഗ്, അതിൻ്റെ പൈസ തന്നിട്ടുണ്ട്. ബ്ലൂ ബാഗ് ഇതാണ്, അതിൻ്റെ എമൗണ്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ.
എന്നിട്ട് നമ്മൾ ചോദിച്ചിട്ട് ഹൗ മച്ച് മോർ ഈസ് ദി പ്രൈസ് ഓഫ് ദി റെഡ് ബാഗ് എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത രീതിയും നിങ്ങളെ ഫ്രണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്ത രീതിയൊക്കെ നമ്മളോട് അവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ റെഡിയാണല്ലോ. അപ്പോൾ ഇഷയും കുടുംബവും എന്ത് ചെയ്തു, ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവർ ബാഗ് വാങ്ങാനായിട്ട് ഒരു ഷോപ്പിലെത്തി അല്ലേ. അപ്പോൾ നീല ബാഗിൻ്റെ വിലയാണ് എത്രയാണ് മക്കളെ? 695 ആണ് അല്ലേ, 695. ചുവപ്പ് ബാഗിൻ്റെ വില എത്രയാണ് മക്കളെ? 900 ആണ് അല്ലേ, 900 ആണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെയാണ് വില. ഇനി നമ്മളോട് ചോദിച്ചത് നീല ബാഗിനേക്കാൾ ചുവപ്പ് ബാഗിൻ്റെ വില എത്ര കൂടുതലാണ് എന്നാണ് ചോദിച്ചത് കേട്ടോ. നീല ബാഗിനേക്കാൾ ചുവപ്പ് ബാഗിൻ്റെ വില എത്ര കൂടുതലാണ്? അപ്പോൾ നമുക്കറിയാം ചുവപ്പ് ബാഗിന് എത്രയാണ്? 900 ആണ്. നീല ബാഗിനോ 695 രൂപയാണ് അല്ലേ. രണ്ടും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. പക്ഷേ 0 - 5 പോസിബിൾ ആണോ? അല്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് എന്ത് ചെയ്യും? ഒരാളെ അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുക അല്ലേ. പക്ഷെ അവിടെയും നോക്കിക്കുക മക്കളെ, അവിടെയും എന്ത് തന്നെയാണ്? 10ൻ്റെ സ്ഥാനത്തും അവിടെ 0 തന്നെയാണ് അല്ലേ മക്കളെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ആദ്യം 0 - 5 ചെയ്യണം അല്ലേ. 900ൽ നിന്ന് 695 ആണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം വൺസിൻ്റെ പ്ലേസിൽ 1ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകളല്ലേ ചെയ്യേണ്ടത് മക്കളെ. 0 - 5 ആണല്ലോ, 0 - 5 ആണ് ചെയ്യേണ്ടത് അല്ലേ. പക്ഷെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0ലേക്ക് തൊട്ടടുത്ത നമ്പറിൽ നിന്ന് എന്ത് ചെയ്യും? 1 അവിടേക്ക് മാറ്റുകയാണ് ചെയ്യുക അല്ലേ. പക്ഷെ അവിടെയും എന്താണ്? അവിടെയും നമുക്ക് തന്നിട്ടുള്ള നമ്പർ 0 ആണ്. അപ്പോൾ അതിൻ്റെയും തൊട്ട് മുന്നേയുള്ള സ്ഥാനം നോക്കുക. അവിടെ എത്രയാണ് മക്കളെ? 9 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 9 വരുന്ന സമയത്ത് 9 നമ്മൾ എന്ത് ചെയ്തു? 9ൽ നിന്ന് ഇവിടേക്ക് എന്ത് ചെയ്തു? നമ്മൾ 1നെ മാറ്റുന്ന സമയത്ത് ഇവിടെ 10 ആയിട്ട് മാറി. ഇവിടെ 9 ബാലൻസ് ഉണ്ടായിരിക്കുമോ? ഇല്ല, 8 ബാലൻസ് ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. ഓക്കെ, ദെൻ 10 ആയി. 10ൽ നിന്ന് എന്ത് ചെയ്തു? അടുത്ത പ്ലേസിലേക്ക് 1നെ നമ്മൾ മാറ്റി. അപ്പോൾ ഈ 10 മാറിയിട്ട് ഇവിടെ എത്രയായി? 9. ഇതേ രീതിയിലായിട്ട് മാറും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മൈനസ് ചെയ്തുകൂടെ മക്കളെ? 10 കുറയ്ക്കണം 5 നമുക്ക് ചെയ്തുകൂടെ? 10 - 5 എത്രയാണ് മക്കളെ? 5 ആണ്. ദെൻ 9 - 9 എത്രയാണ്? 0 ആണ്. ഇവിടെ 8 ഉണ്ട്. 8 - 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 8 - 6 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി മക്കളെ? 205 എന്ന് കിട്ടി അല്ലേ, 205 എന്ന് കിട്ടി. അപ്പം ചുവപ്പ് ബാഗിൻ്റെ നമ്മൾ ചോദിച്ചത് നീല ബാഗിനേക്കാൾ ചുവപ്പ് ബാഗിൻ്റെ വില എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 205 ആണല്ലേ. ഇനി അത് ശരിയാണോ എന്ന് അറിയേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യണം നോക്കിക്കേ. നമ്മൾ 695 അല്ലേ, 695 നമ്മുടെ നീല ബാഗിൻ്റെ പൈസ പ്ലസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഡിഫറൻസ് 205. ഇത് രണ്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കുക മക്കളെ. 5 + 5 എത്രയാണ്? 10 ആണ്. അതിന് 0 എഴുതി, ബാലൻസ് 1 എഴുതി. 9 + 1 എത്രയാണ്? 10 ആണ്. 0 എഴുതി, ബാലൻസ് 1 എഴുതി. ഇനി 6 + 1 7 ആണ്. 7 + 2 എന്ന് പറഞ്ഞാൽ 9. നമുക്ക് എത്ര ആൻസർ കിട്ടി? 900 എന്ന് കിട്ടിയില്ലേ. അതായത് നമ്മുടെ ചുവപ്പ് ബാഗിൻ്റെ വില കിട്ടി. അപ്പോൾ ആ രീതിയിൽ മക്കൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ 5 വർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 5ഉം ഡിഫറൻസ് കാണാനാണ് കേട്ടോ, മൈനസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ ടീച്ചർക്ക് പേഴ്സണലായിട്ട് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ ടീച്ചർ പറഞ്ഞല്ലോ ഇനി നമ്മൾ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എക്സാം സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? വേഗം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻസൊക്കെ പഠിക്കുക. പിന്നെ റിവിഷൻ ക്ലാസ്സുകൾക്കായിട്ട് തരുന്ന ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് മുഴുവൻ മാർക്കും മേടിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരടുത്ത് നമ്മുടെ ട്യൂഷൻ്റെ കാര്യം പറയാനായിട്ട് മറക്കരുത്. എക്സാം സ്പെഷ്യൽ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടുകാരടുത്ത് കൂടി പറയുക. എന്നിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. 8589823710 കേട്ടോ. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാർക്കുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.